അങ്ങനെ ദിയ കൃഷ്ണ അടുത്ത ചന്ദ്രയാത്രയും കൂടിയായി എത്തിയിരിക്കുകയാണ്. ചന്ദ്രയാത്ര എന്ന് ഉദ്ദേശിച്ചത് ഞാൻ എയർപോക്കാണ്. കൃഷ്ണകുമാർ ഫാമിലിയെ സംബന്ധിച്ചിട്ട് എയർ പോവൽ എന്നൊരു വിഷയമുള്ള കാര്യമല്ല. കുടുംബത്തിലെ അപ്പച്ചീനെ സ്റ്റേജിൽ ഒന്ന് പുറത്താക്കിയിട്ട് അഹാനൊപ്പം ഒന്ന് എയർ പോയി വന്നോളൂ. അത് കഴിഞ്ഞ ശേഷം അതാ ദിയയുടെ പുതിയ ഒരു വീഡിയോ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് അശ്വിന്റെ ഫാമിലിയെ വിളിച്ചില്ല, ഇതെല്ലാം ഫാമിലിയുടെ പ്ലാൻ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ആവുമ്പോൾ അതിന്റെ അച്ഛന്റെ ഫാമിലിയെ വിളിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കൃഷ്ണകുമാർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എന്തായാലും എന്തുകൊണ്ട് അവരങ്ങനെ ഒരു പാർട്ടി വെച്ചില്ല കുട്ടിയുടെ പിറന്നാളിന്റെ എന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അമ്മു ഇവരോട് വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവര് മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു, എന്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. അല്ല, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായില്ല. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ എടുത്തു കൊണ്ടുപോകാൻ നിങ്ങൾ ഈ കൊച്ചുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരാണോ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നത്? ഐ മീൻ കിഡ്നാപ്പേഴ്സ്. ഞാനതല്ല ആലോചിക്കണേ. ഇവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വീട്ടിലോട്ട് എത്തുന്ന കുടുംബക്കാരെ പറ്റിയിട്ടാണ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഈ വ്ലോഗ് കണ്ടതിന് ശേഷം അവർക്കൊരു തീരുമാനമായി ഉണ്ടാവും ഇനി ഒരു ഫംഗ്ഷന് ഞാൻ ഇവരുടെ പോവില്ലാന്ന്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വെച്ചിരിക്കുന്നത്. കുട്ടിയോടെ എടുത്തുകൊണ്ട് പോകുന്നത് ശരിയാണ്. അവനവന്റെ കുട്ടിയുടെ കാര്യത്തിലോ അവനവന്റെ പ്രോപ്പർട്ടിയിലോ കുറച്ച് പൊസസീവ് വെക്കണേ കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് ആൾക്കാരെ അവഹേളിച്ചുകൊണ്ടാവരുത്. കുട്ടികളെ എടുത്തുകൊണ്ട് പോകും, പിന്നെ എനിക്ക് കിട്ടില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിയക്ക് കുറച്ച് പൊസസീവ് കൂടുതലാണ്. കുട്ടി ജനിച്ചിട്ട് ദിയ കുറച്ചൊരു ഇന്റർവ്യൂ തന്നെ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. രാത്രി ഉറങ്ങാൻ വരുന്ന സമയം മാത്രം ഇവ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ കാണുന്നത് ടി വി ഒക്കെ, അല്ലെങ്കിൽ ഇവ ഒരിക്കലും ഫ്രീ അല്ല. അപ്പൊ ബേബി സിറ്റിംഗ് ഞാൻ ആർക്കും കൊടുക്കൂല. പാല് വേണം. അത് മാത്രം ഞാനിങ്ങനെ ആരുടെയും കൊടുത്താലും ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോ തന്നോ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ 10 മിനിറ്റിക്കുള്ളും ആരും ഇങ്ങനെ എടുക്കേണ്ട ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും കാണും, എനിക്ക് ഭയങ്കരമായിട്ടതുണ്ട്. ഗേൾസ് ആയിട്ട് പെട്ടെന്ന് ഒരു ബോയ് ആരും അങ്ങനെ വളർത്തിയിട്ടില്ല അവിടെ. അപ്പൊ അതെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ടേൺ എടുത്ത് ഇപ്പൊ അമ്മു വെച്ചോണ്ടിക്ക് വിശാനി വന്ന് പറയും 10 മിനിറ്റ് ആയി. കാരണം ഞാൻ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു കളയും ബേബിയെ തിരിച്ചതാന്ന് പറയും. അതിന് മുന്നേ എല്ലാവർക്കും ഒരു 10 മിനിറ്റ് ബേബിയെ വെക്കണം. ആ ഗ്യാപ്പിലാണ് എല്ലാവരും അവനെ എടുത്തെടുത്ത് പണിയുമ്പോ വിശാനി കഴിയുമ്പോൾ ഹൻസിക വരും, ഞാൻ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് താ എന്ന് പറഞ്ഞതൊക്കെ എടുക്കും. സംഭവം എന്താ വെച്ചാൽ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോ ദിയ നിഷ്കളങ്ക മനസ്സാണ്. സംഭവം അങ്ങോട്ട് വായ തോന്നി കാര്യം വിളിച്ചു പറയുക. അതുവഴി ഇവര് എയർ ഇന്ത്യ എക്സ്പ്രസിലായിട്ട് കയറി പോകും. ഇനി എന്തെങ്കിലും വ്ളോഗ് എടുക്കുകയാണെങ്കിൽ പോലും ചിന്തിച്ചു കണ്ടൊക്കെ പറയും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേച്ചി ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ, എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാൻ ഹോസ്റ്റ് ചെയ്തേ. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റിവിടും. അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ, ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ് നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ, അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇഷ്ടം, അവനെ പൂളി കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ വീട്ടിലെ ആൾക്കാരെ കൂട്ടി ഫംഗ്ഷൻ വെച്ചാല് ഓമിക്ക് ഓർമ്മക്കുറവുണ്ടാവുള്ളൂ. പുറമേക്ക് യാത്ര ട്രിപ്പ് കൊണ്ടുപോകുമ്പോ കുട്ടിക്ക് നല്ല ഓർമ്മയാവുമല്ലോ. ജപ ഇജാതി ഡയലോഗ് അടിച്ചിട്ട് വെറുതെ അല്ല ഏറെ പോകുന്നേ. കാരണം ദിയാകൃഷ്ണ പറയുന്ന കാര്യങ്ങൾ ദിയാകൃഷ്ണയ്ക്ക് പോലും ഒരു ഉറപ്പില്ല. എന്തെങ്കിലുമൊക്കെ അത് വിളിച്ചു പറയുന്നേ. ഇങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവെ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേ, കാരണം അവന് ഇഷ്ടമാണ്. അത് ചെയ്യട്ടെ എന്ന് വെച്ചെങ്കിൽ വിട്ടേക്കുവാ. ഇത് നമ്മൾ ഇന്നലെ അഡിഡാസ് ഒരു ഔട്ട്ലെറ്റ് നിന്ന് മേടിച്ചാ. കാണിച്ചേ. ഇതിന്റെ ഒരു തൊപ്പിയുണ്ട്. ആ തൊപ്പി വെച്ചപ്പോ ഇവ എന്നെ കൊന്നു കളഞ്ഞു. അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര അലറി വിളിച്ചു. ബാ ഇവിടെ ബാ.
ഓമിയെ എന്തായാലും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ദിയാകൃഷ്ണൻ എടുത്തേക്ക് പോകുമ്പോ ആ കുട്ടിക്ക് അടിച്ചോണ്ടിരിക്കുന്ന ചെരുപ്പ് എടുത്ത് മാറ്റാനാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര കെയറിങ് തന്നെ എന്തായാലും. പിന്നെ അതിനുശേഷം ദിയാകൃഷ്ണ പോയ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പാർലറിൽ പോവുകയും അവിടുന്ന് ഉണ്ടായ ഒരു അനുഭവം കൂടി പറയുന്നുണ്ട്. മുടി വെട്ടാൻ പോയിട്ട് കിട്ടിയ ഒരു വള്ളിക്കഥ. ഓക്കെ, സോ അതിന്റെ ബാക്കി കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കുറെ നാളായിട്ട് ലോങ് ഹെയർ വെച്ച് ബോറടിച്ച് ഞാൻ അവസരം ഹെയർ കട്ട് ചെയ്യാനായിട്ട്, എന്തിനാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് റാൻഡംലി ഞാൻ ഓമിയെ ഒരുപാട് നേരം വിഷമിപ്പിക്കണമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അടുത്തുള്ള എവിടെയെങ്കിലും പോയി വെട്ടാന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ വഴുതയ്ക്കാടുള്ള റൂട്ട്സ്, ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ള റൂട്ട്സ് സലോണിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് അല്ല ഫീൽ ചെയ്തത്. ഒരു എല്ലാരും മറ്റേ ഇങ്ങനെ ഒരു വെൽക്കമിങ് ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഒട്ടും ഇല്ലായിരുന്നു അവിടെ. വേണമെങ്കിൽ പോ എന്നുള്ള പോലത്തൊരിതില്ല. ഫൈൻ. പിന്നെ ഞാൻ അവിടെ ചെന്ന് കാണാൻ എനിക്കും ധൃതിയായിരുന്നു. ഞാൻ ഇഷാനിയുടെ കയ്യിൽ ഓമിയെ കൊടുത്തു വിട്ടു. ഇഷാനി വീട്ടിൽ പോയി. അപ്പൊ ആ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും മുടി വെട്ടി വീട്ടിൽ പോകാനാണ് ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ ചെന്ന ഉടനെ ഞാൻ അവരിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് ലോങ് ലെയേഴ്സ് ആണ് ആവശ്യം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരു മൂളലൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ. അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടാനുള്ളതായിരുന്നു അവിടുന്ന്. എനിക്ക് പരിചയമുള്ളവരുള്ള സ്ഥലത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എന്തിനാ അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയത് എനിക്ക് അറിയില്ല ഇപ്പോഴും. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ. തൊട്ടപ്പുറത്ത് ജാവേദൻ റസ്വാനും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇവിടെ പോയത്. ആൻഡ് ദെൻ ദാറ്റ് പേഴ്സൺ സ്റ്റാർട്ട് കട്ടിങ് മൈ ഹെയർ. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരുപാട് ഷോർട്ട് ആക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഷോർട്ട് ആക്കിയാൽ പോലും കുഴപ്പമില്ലായിരുന്നു. എന്റെ രണ്ട് സൈഡും രണ്ട് ലെങ്ത് ആക്കി. ലൈക്ക് ഈ ലിറ്ററലി ഇപ്പൊ ഒരു കൊച്ചു കുട്ടി ഇപ്പൊ ഓമി കത്തിരി എടുത്ത് എന്റെ മുടി വെട്ടിയ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാക്കി. ലൈക്ക് പല സ്ഥലത്ത് പല ലെയേഴ്സ്. ലൈക്ക് റൈറ്റ് സൈഡിൽ എന്റെ ആക്ച്വലി ഒരു ഫോട്ടോ ഉണ്ട്, മറ്റേ ഞാൻ ഈ വീടിന്റെ ഇടയിൽ അത് കാണിച്ചും തരാം. ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഐ എം സംബഡി ഹൂസ് ലൈക്ക് ഒരു സാധനം ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റേ ആ ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് മറ്റേ നൈസ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരാളാണ്. അത് പണ്ട് ഞാൻ അങ്ങനെ ഇന്നും അങ്ങനെ, എന്റെ കഷ്ടകാലത്ത് ഞാൻ ഇന്നും അങ്ങനെയാണ്. അയാൾ മുടി വെട്ടിയപ്പോ അലമ്പായി എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ അലമ്പല്ല, എന്റെ ലൈഫിൽ ഇത്രയും മോശമായിട്ട് ഒരാൾ മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി ഫ്ലാറ്റ് എത്തിയപ്പോ തന്നെ ഞാൻ അശ്വിനോട് പറഞ്ഞു, എടോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഈ സ്ഥലത്ത് കൊണ്ട് തല വെച്ച് കൊടുത്തു. ഓക്കെ, അവിടെ വേവി വെട്ടിയിട്ടുള്ള ഒരുപാട് പേര് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് എന്റെ ലൈഫില് വേസ്റ്റ്, ലിറ്ററലി ഇതുവരെയുള്ള എന്റെ ലൈഫിലെ വേസ്റ്റ് ഹെയർ കട്ട് അവിടെ നിന്നായിരുന്നു, വഴുതയ്ക്കാട് റൂട്ട്സ് നിന്ന്. എന്നിട്ട് എന്തൊക്കെയാണെങ്കിലും ചെയ്ത് കിട്ടിയ സർവീസ് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ പക്ഷക്കാരനാണ് ഞാൻ. ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാതെ ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് ഒരിക്കലും പറയരുത്. അല്ലെങ്കിൽ അവരത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും ആ പ്രവൃത്തി. പൈസ കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വ്ളോഗിൽ വന്നിരുന്ന് പറയാതെ അപ്പൊ തന്നെ അവരടുത്ത് പ്രതികരിച്ച് അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തുക. മുടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരുന്നല്ല പറയുന്നത്. വേറെ എന്തൊക്കെ വഴികളുണ്ട് അവിടെ ചെയ്യാൻ. സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. ഞാൻ നേരെ വീടെത്തി കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ഐ ജസ്റ്റ് ഡിഡ്ന്റ് നോ എന്റെ മുടിയിൽ അവർ എന്താ ചെയ്തു വെച്ചത്. ലൈക്ക് ഐ ഡിഡ്ന്റ് നോ വേർ ഇറ്റ് വെന്റ് റോങ്. എവിടെയോ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് ഐ കുഡ് പ്രൂവ് ഇറ്റ്. അങ്ങനെ ഞാൻ എന്റെ മുടിയുടെ ബാക്ക് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് അവസാനം കണ്ടുപിടിച്ചത് റൈറ്റ് സൈഡിലെ എത്രയോ ഒരു പോർഷൻ മുടി ചോപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞു. ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് അൺഈവൻ ആയിട്ട് പുള്ളി എന്തോ ചെയ്താ വെച്ച്. അങ്ങനെ ഞാൻ അവസാനം ജാവേദൻ റസ്വാനിൽ പോയി ജാവേദിനോട് കാര്യം പറഞ്ഞു. എനിക്ക് കഷ്ടകാലത്തിന് ഞാൻ അവിടെ കൊണ്ട് തല വെച്ച് കൊടുത്തു, പണിയായപ്പോ പുള്ളി എന്നെ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്, ഇത്രയും പരിചയമുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ എനിക്ക് ഫെയറിൽ പരിചയമുണ്ട്, ഇവിടെ നമ്മുടെ ജാവേദൻ റസ്വാനിൽ പരിചയമുണ്ട്, അപ്പൊ ഇവിടെയൊക്കെ ഇത്രയും എന്നെ ഇങ്ങോട്ടും പരിചയമുണ്ട്. അപ്പൊ പരിചയമുള്ളൊരു സ്ഥലത്ത് പോയാൽ അവർ കുറെ കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യില്ലേ, എന്തുകൊണ്ട് ഇവിടെ പോയി, ഇവിടെ ആരെങ്കിലും പരിചയമുള്ളതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആരും പരിചയമില്ലായിരുന്നു, അവർക്ക് ഞാൻ ആരാ എന്താന്ന് പോലും അറിയാത്ത സ്ഥലത്താണ് ഞാൻ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഞെട്ടി. ഇവര് ചോദിച്ചു എന്തിനങ്ങനെ പോയി, തൊട്ടടുത്തത് ഉണ്ടായിരുന്നപ്പോ വൈ ഡിഡ് യു ഗോ ദെയർ എന്ന് ചോദിച്ചു. എനിക്ക് ആൻസറേ ഇല്ലായിരുന്നു. എന്നിട്ട് പുള്ളി എന്റെ മുടി കഴിച്ചപ്പോ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. പുള്ളി എന്നോട് ചോദിച്ചു, എന്റെ ദൈവമേ ഇത് ആരാ വെട്ടിയെന്ന് ഓർമ്മയെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മുഖം മാത്രം അറിയാം, പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. റൂട്ട്സിലാണ് വെട്ടിയെന്ന് പറഞ്ഞു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കുറെ പേര് കറക്ഷൻ ഹെയർ കട്ടിന് വന്നിട്ടുണ്ട്, ഇത്രയും മോശപ്പെട്ടൊരു കറക്ഷൻ ഹെയർ കട്ട് ഞാൻ എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരുമാതിരി എന്തുപോലെ, കാരണം പുള്ളി എന്നോട് ചോദിച്ചത് വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്യായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെട്ടി തുടങ്ങിയപ്പോൾ പിടി കിട്ടി പ്രശ്നമായിരുന്നു. പുള്ളി പറഞ്ഞു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, എന്തിനു കണ്ടിന്യൂ ചെയ്യാൻ പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം വന്നാ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഞാനും പിന്നെ പൊട്ടേ സാരം ഇല്ലാന്ന് വെച്ചു. അങ്ങനെ ഹീ ഡിഡ് എ കറക്ഷൻ ഹെയർ കട്ട് ടു മൈ ഹെയർ. എന്തൊക്കെയാണെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇതേപോലത്തുള്ള കാര്യങ്ങളും തല വെച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ദിയാകൃഷ്ണ നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റ്, ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഓമി എനിക്ക് കിട്ടില്ല, അവരാണ്ട് എടുത്തോണ്ട് നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ മീൻ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വിളിക്കുന്നത് കുട്ടികളെപ്പെടുത്തക്കാരാണ്, റിലേറ്റീവ്സ്. ആ ലെവലിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.